ഹായ് ഹായ്, എല്ലാവർക്കും നമ്മളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കൊച്ചിൻ്റെ പേരുവിളിയുടെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞങ്ങൾ ഇൻട്രോ എടുക്കാൻ വിട്ടുപോയി. സമയം കിട്ടിയില്ല. നമുക്ക് കൊച്ചിൻ്റെ പേരുവിളി ചടങ്ങിലേക്ക് പോവാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ പൂജയിലേക്ക് കിടക്കുകയാണ്. പുറത്തുനിന്ന് ശാന്തി വരെയൊന്നും വിളിച്ചില്ല, അച്ഛൻ തന്നെയാണ് പൂജയും കാര്യങ്ങളൊക്കെ ഒരുക്കിയത്. ആദ്യം പട്ടണത്തെ അച്ഛൻ നിലവിളക്ക് കത്തിച്ച് ചടങ്ങ് ആരംഭിക്കാൻ പോണേണ്. ഗണപതിക്ക് ആദ്യം തന്നെ നൈവേദ്യം വെച്ച് അത് കഴിഞ്ഞ് ഞാനും പാറും കുഞ്ഞനും വെച്ചിരുന്നു. അപ്പം എല്ലാവരും ഞങ്ങളുടെ കൂടെ നിൽപ്പുണ്ട്. പേര് വിളിച്ചിടന്ന് ആരംഭിച്ച് തുടങ്ങിയിട്ടില്ല. എല്ലാവരും എന്താ കൺഫ്യൂഷനിലേക്കാണ്. അച്ഛനാണ് അച്ഛൻ്റെ ആദ്യം ഭഗവാന്റെ പേര് പറയണമല്ലോ. അച്ഛൻ ശ്രീകൃഷ്ണൻ എന്നാണ് 3 പ്രാവശ്യം വിളിച്ചത് അല്ലേ? 2 വീട്ടിൽ അച്ഛൻ മാറി പറയാണ്. അവരാണെങ്കിൽ കരച്ചിലാണ് ചെറുതായിട്ട്. പിന്നെ അടുത്തത് എന്നെ കൊണ്ട് ശരിക്കുള്ള പേര് വിളിപ്പിച്ച് എല്ലാവരും ചടങ്ങ് നോക്കിക്കണ്ട. അമ്മയാണ് ആദ്യമൊക്കെ എന്താണ് നോക്കിയിരിക്കുന്നത് എന്നെ. ഞാനപ്പോൾ കുഞ്ഞിൻ്റെ പേര് വിളിച്ച് അപ്പോഴൊക്കെ അവൻ കരച്ചിലും കാര്യങ്ങളൊക്കെ ഇടഞ്ഞു തുടങ്ങിയ ആൾ. ആദ്യത്തെ ചടങ്ങായ അരഞ്ഞാണ്. അത് കൊച്ചിൻ്റെ ചായ ഞാൻ തന്നെ കിട്ടി. അരഞ്ഞാണ് ഞങ്ങൾ കിട്ടി. പിന്നെ അച്ഛനാണ് മാല ഇടുന്നത്. എൻ്റെ അച്ഛൻ മാല ഇട്ട് അരഞ്ഞാണ് കണ്ടിട്ടൊക്കെ കിട്ടിയപ്പോൾ തന്നെ ആൾ കരച്ചിൽ തുടങ്ങി. അവർക്ക് അങ്ങനെ അധികം നേരം ഇരിക്കണം ഇഷ്ടമല്ല, കുറച്ചേരം ഇരിക്കുള്ളൂ. അത് ഞാൻ പിന്നെ എടുത്തുകൊണ്ട് കിടക്കണം. കിടന്നാലും കിടക്കണം കുറച്ച് നേരം കിടക്കുള്ളൂ. ഇപ്പോൾ ഈ ചൂടും ഫാനൊന്നും ഇടാൻ പറ്റില്ലല്ലോ, നിലവിളക്കിൻ്റെ ചൂടടിച്ചിട്ട് കാരണം ചൂടടിച്ചപ്പോൾ ആള് സീനായി. അച്ഛൻ മാല ഇടാൻ പോകുന്നുണ്ടോ? അച്ഛൻ കഴുത്തിൽ മാലയിട്ട് അച്ഛൻ മാലിട്ട് കഴിഞ്ഞ് അടുത്തത് അവിടുത്തെ അച്ഛനാണ്, എൻ്റെ അച്ഛനാണ്. അച്ഛൻ വളയിൽ ഇടുന്നത് 2 കൈയിലും ഒരേ വള. അങ്ങനെ 2 കൈയിലും വളയിട്ട് കഴിഞ്ഞ് ആള് ഇടഞ്ഞ് കരച്ചിലായി തുടങ്ങി. കരച്ചിലാണ്. ആരുമില്ല ഒന്നുകൂടെ. ആദ്യം കാലിൽ തളയിൽ നിന്നവര് ആദ്യം ഒരു കാലിലിട്ടോണ്ട് വേഗം പോയട്ടാ. ഞാൻ ആമയുടെ ചാൻസാണ്. ആമയും ഇട്ട് ഫോട്ടോ എടുക്കാൻ നിൽക്കാൻ പറഞ്ഞിട്ട് ആള് വേഗം നിന്നിട്ട് പോയി കളഞ്ഞ്. അടുത്തത് എൻ്റെ പെങ്ങള് ചേച്ചിയാണ് ഇടുന്നത്. അടുത്ത നാത്തൂനാണ് എൻ്റെ ചേച്ചി. കഴിച്ചതിനാണ് ഇട്ടത്. ആള് നോക്കിയിരിപ്പുണ്ട്. എന്നാലും ഇടക്ക് ഒരേ കരച്ചിലും ഇതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ അകത്തുള്ള ചടങ്ങുകളൊക്കെ ഏകദേശം കഴിഞ്ഞ് ഞാൻ ഇട്ടേക്കണൊക്കെ ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മുറുക്കിയിട്ടെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് പുറത്താണ് നമ്മുടെ അടുത്ത പരിപാടി. പുറത്ത് ഇനി ഫോട്ടോസ് എടുക്കലൊക്കെയാണ്. എല്ലാവരും നിന്ന് ഫോട്ടോസൊക്കെ എടുക്കും. എല്ലാവരും നോക്കി ചേച്ചിറയിൽ കൊച്ചിനൊക്കെ കൊടുത്ത് ഞങ്ങൾ എണീച്ച്. അല്ലാണ്ട് എണീക്കാൻ പറ്റില്ല. തന്നെ ശമ്പളം പടിഞ്ഞിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കാല് വരെയുണ്ട്. കാര്യമൊക്കെ ചുറ്റി എണീക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. പുറത്താണ് ഇവൻ്റെ പേര്. അവൻ്റെ പേര്
കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് ആ സാധനം വിളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ എന്തോന്നു അതിന് പറയണ തെർമോക്കോളിൻ്റെ തരി എടുത്ത ബോള് അത് മുഴുവൻ വീണില്ല. അത് ആ പേര് വന്നോടത്ത് മാത്രം ഒട്ടിപ്പോയി. പിന്നെ ഞാൻ കുഞ്ഞൻ കയ്യൊക്കെ ഇട്ട് വലിച്ച് അത് കഴിഞ്ഞിട്ട് അത് തനിച്ച് നിർത്തിയിട്ട് വീഡിയോ എടുത്താണ് വേറെ വീഡിയോ എടുത്താണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ പേര് അക്ഷിത്. അതെ, ഇത് അവിടുത്തെ അച്ഛനമ്മയും എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും അറിയാലോ. ഇത് പട്ടണത്തെ അത് എൻ്റെ അച്ഛനും പാറുവിൻ്റെ അച്ഛനും അമ്മയും. ഇത് വീഡിയോസ് കുഞ്ഞു വീഡിയോസ് ചേച്ചിൻ്റെ എൻ്റെ അളിയനും പെങ്ങളുമാണ്. മക്കളൊന്നല്ല. ഇത് എൻ്റെ അനിയത്തിയും അനിയനും അനിയൻ്റെ അമ്മയും പിള്ളേരും. ഇത് അമ്മയുടെ ആങ്ങളും മൂത്തമ്മാവനും ആൻറ്റി അവരുടെ മക്കളും. അവർ വളയുടെ ഉണ്ട്. അവർ ഇപ്പോൾ പുറത്തുനിന്ന് ഇട്ടത്. ഇത് രണ്ടാമത്തെ ആങ്ങളെയും ഭാര്യയും അവരുടെ മക്കളും. അവരും ഇവിടെ നിന്നാണ് വളയൊക്കെ ഇട്ട് കൊടുത്തത്. അത് അമ്മയുടെ അനിയത്തി അമ്മയുടെ അനിയത്തിയുടെ ഹസ്ബൻഡ് മേമയും ഇളയച്ചനും അവരും വളയിട്ട്. ഇതെൻ്റെ അച്ഛൻ്റെ ഒരേ ഒരു പെങ്ങള്. ഇത് ചിറ്റയുടെ മകളും അതിൻ്റെ ഹസ്ബൻഡും മക്കളും. ഇത് കുഞ്ഞൻ്റെ ഫ്രണ്ട്സ്. ഇത് എൻ്റെ അമ്മാവൻ്റെ വൈഫും കുട്ടി. ഇതെൻ്റെ അമ്മയുടെ അമ്മയാണ്. ഇതെൻ്റെ അമ്മയുടെ അനിയത്തിയും മോളും. അവരിപ്പോൾ വളയിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് അച്ഛൻ്റെ ചേച്ചിമാരാണ്. അപ്പോൾ പരിപാടിയൊക്കെ ഒരുവിധമായി. കുറച്ച് പേര് കൂടി വരാനൊക്കെ ഉണ്ട്. അമ്മാവന്മാരുടെ മക്കളാണ്. അമ്മാവൻ, ചേട്ടനും ചേച്ചി, അച്ഛൻ അതിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ കുഞ്ഞിൻ്റെ ഫ്രണ്ട്സ് 2 പേര് വന്നുള്ളൂ. 5 പേരെ വിളിച്ചിട്ടുണ്ടായി. 2 പേരെ വന്നോളൂ. ചടാൻ കഴിഞ്ഞ എല്ലാവരും. ചെറിയ കുഞ്ഞൻ. അതാണ് എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡ്. കുഞ്ഞെന്നാ വിളിക്കണത്. എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. ഹായൊക്കെ തന്ന് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഹായൊക്കെ തരും. വീട്ടിലിടമെന്ന് പറഞ്ഞപ്പോൾ ഇതാണ് അമ്മയുടെ അമ്മയാണ്. ഹായ്. എല്ലാവരും ഇവിടെ അമ്മയിട്ട് സ്വറ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ പറഞ്ഞിട്ട് അങ്ങാടിങ്ങനെ ക്ലാഷായി പോകുന്നത്. ഇതാ അച്ഛൻ്റെ പെങ്ങളുടെ മോളും അതിൻ്റെ മോള്. കുഞ്ഞാണെങ്കിൽ ക്ഷീണിച്ച് ചടങ്ങൊക്കെ കഴിഞ്ഞ് ഔഷധമായി കിടന്നിറങ്ങുന്നത്. ഇത് നാരായണമംഗലത്തെ എൻ്റെ അമ്മാവനും അമ്മൂമ്മയാണ്. പിന്നെ മൂത്തമ്മാവൻ്റെ വൈഫും ഉണ്ട്. അതിൽ പിള്ളേരുണ്ട്. അമ്മൂമ്മ അപ്പോൾ ചെയിനിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഇതാണ് ഇളയ അവിടുത്തെ അമ്മാവൻ. രണ്ടാമത് ചിറ്റപ്പനും എൻ്റെ മകൻ്റെ വൈഫും പിള്ളേരുമാണ്. ഇതെൻ്റെ ലാബിലെ കൂട്ടുകാരത്തിയാണ്. പിന്നീടാണ് അമ്പിളിയും അഭിഷേകം വന്നത്. പെങ്ങളുടെ മക്കളാണ് 2 പേരും. എൻ്റെ ലാബിലെ ഫ്രണ്ട്സ് എല്ലാവരും എത്തിയിട്ടുണ്ടായി. പിന്നെ ചേച്ചിയൊക്കെ എൻ്റെ തലേദിവസം വന്നു. ചേച്ചി ചേട്ടനും കൂടെ ഒരു തലേദിവസം വന്നു. ഇവർ വന്നപ്പോൾ ഇത്തിരി വൈകിയാണ് വന്നത്. അവരുടെ ഡ്യൂട്ടി അവിടെ നിന്നാണ് വന്നത്. ഡ്യൂട്ടി സമയം അഡ്ജസ്റ്റ് ചെയ്താണ് അവർ അവിടെ നിന്ന് ഇറങ്ങിയത്. ഇത് അച്ഛൻ്റെ കൂട്ടുകാരന്മാരാണ്. അച്ഛൻ്റെ കൂട്ടുകാരന്മാരാണ്. ഷാപ്പിലാണ് അച്ഛൻ വർക്ക് ചെയ്യണത്. ഇത് നമ്മുടെ മെയിൻ ചങ്ക് സനൽ നെട്ടൂരിന് ഫാമിലി. രതീഷിൻ്റെ ഒപ്പം വാട്ടർ തോട്ടിൽ വർക്ക് ചെയ്യുന്നതാണ്. കുറച്ചാൾ ഒരുമിച്ചുണ്ടായിരുന്നവർ. എല്ലാവരും ഫുഡൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അമ്പിളി അഭിഷേക് അളിയൻ കുറേ ബലൂണൊക്കെ പിടിച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഫുഡ് ഐറ്റം ചോറ്, മോര് കറി, ചിക്കൻ, ബീഫ്, മീൻകറി, ചെമ്മീനൊളുത്തുണ്ടായി, ഒരെളുത്ത്, ക്യാബേജ് ആർന്ന അച്ചാറ്, പിന്നെ പായസം ഉണ്ടായിരുന്നു. നമ്മുടെ ചടങ്ങ് ഏകദേശം അവസാനിച്ച്. നല്ല ഫുഡായിരുന്നു. നമ്മളുടെ വീഡിയോ
ഇത്രം എടുക്കാൻ എടുക്കാൻ പറ്റുള്ളൂ. പറ്റുള്ളൂ. തിരക്കൊക്കെ കയറണ്ടേ. വീഡിയോ എടുത്തത് അനിയത്തിയുടെ ഹസ്ബൻഡാണ്. നമ്മൾക്ക് വീഡിയോ എടുക്കാൻ പറ്റൂല. അപ്പോൾ അനിയത്തിയുടെ ഹസ്ബൻഡ് കുഞ്ഞനെ കൊണ്ട് എടുക്കാവുന്ന രീതിയിലൊക്കെ കുഞ്ഞൻ നല്ല രീതിയിലൊക്കെ എടുത്ത് എടുത്തായിരുന്നു. പിന്നെ എന്താണ് നമ്മളുടെ മെയിൻ ഫോട്ടോഗ്രാഫർ ആള് പുറത്തോട്ട് പോയി. ഉണ്ടായില്ല, ജിഷ്ണു ദുബായിലോട്ട് പോയി. ദുബായിക്ക് പോയേക്കാണ്. അപ്പോൾ ആള് ദുബായിലാണ്, ദുബായിൽ കിടന്ന് താർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോ ഇങ്ങനത്തെ രീതിയിൽ എടുക്കാൻ പറ്റുള്ളൂ. അത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ. ഞങ്ങളുടെ പേര് വിളിച്ചടങ്ങിയ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ. ടാറ്റ കൊടുത്തേ. ടാറ്റാ.